യില്ല. പിശാച് നമ്മളെ ഹല്ലേലൂയ പാറ്റുവാനായി അശ്രാന്ത പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം തന്റെ വചനത്താൽ നമുക്ക് നിറവ് തന്ന് ആത്മാവിനാൽ നമ്മെ ബലപ്പെടുത്തി ദുഷ്ടൻ കൊണ്ടുവരുന്നതായ പരീക്ഷകളിൽ അകപ്പെട്ടു പോകുവാനിടയാകാതെ ധൈര്യത്തോടെ നിൽക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ ഭവനങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവരെല്ലാവരെയും കർത്താവ് പരിപാലിക്കുമാറാകട്ടെ. ദൈവ കൃപയിലും ദൈവവചനത്തിന്റെ പഥ്യോപദേശത്തിലും ദൈവിക സ്വഭാവമുള്ളവരായി വളർന്നു വരുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ സഹായിക്കേണ്ടതിന് മാതാപിതാക്കളായ നമ്മൾ അവർക്ക് മുമ്പിൽ മാതൃകയായിരിക്കാൻ ദൈവവചനത്തിൽ ശരണപ്പെടാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മിൽ നിന്നൊരിക്കലും ദൈവകൃപ ചോർന്നു പോകുവാനിടയാകരുത്. ദൈവസ്നേഹം നമ്മിൽ നിന്ന് മാറിപ്പോകുവാനിടയാകരുത്. ദൈവകൃപയുടെ അളവിൽ ഹല്ലേലൂയ ചേർന്ന് നിൽക്കുവാൻ ദൈവവചനത്തിനനുസരിച്ച് പണിയപ്പെടുവാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. ശാരീരികമായ ക്ലേശങ്ങളോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിൽ എല്ലാ പ്രിയപ്പെട്ടവരും ഹല്ലേലൂയ സമാധാനത്തോടെ സന്തോഷത്തോടെ സൂമിൽ കടന്നു വന്ന ദൈവത്തിന്റെ ചിന്തകൾ പങ്കിടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സംസാരിപ്പാൻ എളിയവനെയും കർത്താവ് ബലപ്പെടുത്തേണ്ടതിനായി നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുകയാണ്. കർത്താവ് നമ്മെ അവരെ നടത്തുമാറാകട്ടെ. തുടർന്നുള്ളതായ അല്പസമയം പ്രാർത്ഥനയ്ക്കായി നാം ദൈവസന്നിധിയിൽ ചെലവഴിക്കുമ്പോൾ പ്രിയ രാജു ബ്രദർ കുടുംബമായി പ്രൈസ് ദി ലോർഡ് ഇന്നത്തെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാവരും ഏകാഗ്രഹൃദയത്തോടെ പ്രാർത്ഥനയ്ക്കായി തലകളെ ഉണക്കി ഹല്ലേലൂയ ജാഗരണത്തോടെ ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നതായിരിക്കും. സ്തോത്രം 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 കർത്താവേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, ചൊവ്വാഴ്ചയുടെ രാത്രികാലം കർത്താവേ, ദൈവസന്നിധി കർത്താവ് ബൈബിൾ ക്ലാസ്സിനുള്ള ബന്ധത്തിൽ കർത്താവേ, അടിങ്ങൾ കർത്താവേ, സഭയായി കർത്താവേ, കുടുംബങ്ങളായി വ്യക്തികളായി കടന്നു വരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവമേ, അടികളുടെ ജീവിതത്തിൽ നൽകുന്ന നല്ല ഭാഗ്യത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു കർത്താവേ. സ്തുതിക്കുന്നു. സ്വർഗ്ഗം അങ്ങയുടെ സിംഹാസനം, ഭൂമി അങ്ങയുടെ പാദപീഠവുമായിരിക്കാൻ ദൈവമേ, ആ പാദപീഠത്തിലിരുന്നുകൊണ്ട് കർത്താവേ വചനം പഠിക്കുവാനും കർത്താവേ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ ദൈവമേ, അടികളുടെ ജീവിതത്തിൽ ദൈവം നൽകി തന്ന കൃപയ്ക്കായി ദൈവത്തെ വാഴ്ത്തുന്നു കർത്താവേ. സ്തുതിക്കുന്നു. ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കഴിഞ്ഞുപോയ ദിനങ്ങളിലൊക്കെ കർത്താവ് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഏകായിരങ്ങൾ കർത്താവ് വചനം പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിയാതെ കർത്താവേ, വചനത്തിന്റെ കർത്താവെ ആഴങ്ങളിലേക്ക് കർത്താവെ ഇറങ്ങുവാൻ പോലും കഴിയാതുകൊണ്ട് കർത്താവെ ഹല്ലേലൂയ ആയിരിക്കുമ്പോൾ ദൈവമേ, അടിയുടെ ജീവിതത്തില് ദൈവമേ സഭയായി അടിക്ക് നൽകി തന്ന കൃപയ്ക്കായി സ്തോത്രം. വചനം പഠിക്കുവാൻ തക്കൊണ്ട് സ്വർഗ്ഗത്തിലെ ദൈവമേ അടിക്ക് നൽകി തന്ന ഭാഗ്യത്തിനായി നന്ദിയോട് ദൈവത്തെ വാഴ്ത്തുന്നു കർത്താവെ. സ്തുതിക്കുന്ന അടികളെ സമ്പൂർണ്ണമായ ദൈവത്തിന്റെ പാദത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയാ കുടുംബങ്ങളെ ദൈവത്തിന്റെ പാദത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യാലടിയങ്ങളുടെ കർത്താവ് ദാസനെ സമയം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. എത്രയും പെട്ടെന്ന് വിസ അടിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് വഴിയും വാതിലും ദൈവം ഒരുക്കുമാറങ്ങണമേ, തുറക്കുമാറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി ജീവിതത്തിൽ ചോദിച്ചറിയുവാൻ തക്കോണം കർത്താവ് സഹായിക്കുമാറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മണ്ഡലത്തില് കർത്താവെ ആയിരിക്കുമ്പോൾ കർത്താവെ എത്രയും പെട്ടെന്ന് കർത്താവ് വിസയുടേതായ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുവാൻ തക്കോണം സ്വർഗ്ഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ശരീരങ്ങളുടെ ദൈവം ബലപ്പെട്ടു രാത്രികാലം പറ്റി സംസാരിക്കാൻ തക്കോണം ബൈബിൾ ക്ലാസ് എടുക്കുവാൻ തക്കോണം ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ കർത്താവ്. ദൈവസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ദൈവസന്നിധിയിലായിരിക്കുന്നു. ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കും അറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഭൗതിക ഭോജനം വേണ്ടി ആത്മീക ഭോജനത്തിന് വേണ്ടിയിരിക്കുമ്പോൾ ദൈവമേ ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപയാൽ ഭോജനത്താൽ ദൈവം നിറയ്ക്കും അറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ ദൈവമേ ഹല്ലേലൂയ ദൈവം അത്ഭുതത്തിന്റെ ഭാരപ്പെടുവാനോ ഞരക്കുവാനോ വ്യാകുലപ്പെടുവാനോ ദൈവം അനുവദിക്കല്ലെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കും അറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം സ്തോത്രം. എനിക്കായി പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തിയ ശക്തീകരിക്കുകയും ചെയ്യണമേ. കുഞ്ഞുങ്ങളായിരിക്കുന്ന ദൈവം സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൂമിന് അടങ്ങിയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ. ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറണമേ. ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് തക്ക സമയത്ത് ജോലിയുടേതായ വഴികൾ ദൈവം തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം കർത്താവേ. രോഗികളായി ഭാരപ്പെട്ടടിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്കോണം ദൈവമേ അവിടുന്ന്
സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ സഭയിലെ എല്ലാ മീറ്റിങ്ങുകൾക്കായി പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ സഭയെ ദൈവം കൊണ്ട് അനുഗ്രഹിക്കണമേ. പുതുതായി കടന്നു വരുന്ന കുടുംബത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഈ ദിവസങ്ങളിൽ കർത്താവ് ഉള്ളത്തോട് ഇടപെടുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവരോട് സംസാരിക്കുമാറണമേ. ദൈവകൃപേ അവരോട് ഇടപെടുമാറണമേ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിനെ നിറയുവാന്റെ പണം കർത്താവ് പരിശുദ്ധാത്മാവിനെ നിറയേണ്ടവർ പ്രിയപ്പെട്ടവർ പരിശുദ്ധാത്മാവിനെ നിറയുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ കൂടിക്കരവുകളും ആത്മീയമായി കർത്താവ് ചൈതന്യം വരുവാൻ തക്കണം ദൈവം സഹായിക്കണമേ. കർത്താവിന് വരവ് ഏറ്റവും അടുത്തിരിക്കാൻ ആ വരവിനെ നോക്കി പാത്തോണ്ട് അടിയങ്ങളായിരിക്കുമ്പോൾ ദൈവത്തിന്റെ അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. രാത്രികാലത്തെ കർത്താവെ ഹല്ലേലൂയ വചന കർത്താവെ ബൈബിൾ ക്ലാസ്സിനെ ദൈവം അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ദൈവം അവിടുന്ന് നടത്തു പറയണമേ എന്ന് പ്രാർത്ഥിക്കും. വചനം മനസ്സിലാക്കുവാൻ ദൈവം ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. ദൈവം പ്രാർത്ഥനയെ ആജ്ഞ കേൾപ്പിക്കാൻ സ്വന്തം സകലമാനമോത്തോ ദൈവത്തിന്റെ സഹദേശങ്ങൾ തന്നെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. സഭയിൽ നടത്തുന്ന ബൈബിൾ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ ഒരു വട്ടം വരും ഭൂമിയെ ദൈവത്തിന്റെ സന്നിധിയിൽ ഭൂമിയോട് ഒരുമിച്ച് കൂടുവാൻ അവസരം ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കൂട്ടിവരുത്തിയ എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങളെ അവിടുന്ന് കഴുകി ശുദ്ധീകരിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. പാടുവാൻ പ്രാർത്ഥിപ്പാൻ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും ദൈവം അവിടുന്ന് ബലപ്പെടുത്തിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സഭയെ കർത്താവ് ഇന്നയോളം കാത്തു പരിപാലിച്ചു. ആപത്തുകളും അനർത്ഥങ്ങളിൽ നിന്നും കർത്താവ് സഭയെ വിടിവിച്ചു. സ്നേഹത്തിലും ഐക്യത്തിലും മുന്നേറുവാൻ വീണ്ടും സഭയെ ദൈവം അവിടുന്ന് സഹായിക്കുമാറാകണമേ പ്രാർത്ഥിക്കുന്നു. ഉള്ളവരെല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകളാൽ കൊണ്ട് ദൈവം ഓരോരുത്തരെയും നിറയ്ക്കുമാറാകണമേ. പ്രാർത്ഥനാ ജീവിതം സഭയിൽ വെളിപ്പെടുവാൻ സഹായിക്കുമാറാകണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിന് ഒത്തവണ്ണം ജീവിപ്പാൻ കർത്താവെ ഓരോരുത്തരെയും അതിനുവേണ്ടി സഹായിക്കുമാറാകണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. ഈ മരുഭൂമിയിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഉയർച്ചയും താഴ്ചയും നന്മയും എല്ലാം ദൈവത്താൽ സംഭവിച്ചെന്ന് പറയുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഓരോരുത്തരെയും അതിനുവേണ്ടി സഹായിക്കുമാറാകണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥയുടെ ചേഞ്ചിൽ രോഗികളായ ആരും തന്നെ ഭാരപ്പെടുന്നവരെത്താതെ കരങ്ങളിൽ ഓരോ കുടുംബങ്ങളെയും വ്യക്തികളെയും കുഞ്ഞുങ്ങളെയും ദൈവം അവിടുന്ന് മറയ്ക്കുമാറാകണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പനിയോടുള്ള ബന്ധത്തിൽ ഭാരപ്പെട്ട കുഞ്ഞുങ്ങളെയും വലിയവരെയും ദൈവം പൂർണ്ണമായി വിടുവിച്ചത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്ത് എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കുഞ്ഞുങ്ങളെ ദൈവം ചൊരിയുമാറാകണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. സഭയിലേക്ക് പുതിയതായി കടന്നു വരുന്ന വ്യക്തി ജീവിതങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരാവശ്യങ്ങളുടെ മുഖത്ത് കർത്താവിന്റെ കരം ഇരിക്കുമാറാകണമേ എന്നോട് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിൽ പുതിയ വഴികൾ തുറക്കുവാൻ വേണ്ടി പുതിയ ജോലികൾ ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ പേര് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. 5 പേരെയും ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ തന്നെ പുതുവഴികളെ ദൈവം തുറന്നു ഓരോ വ്യക്തികളെയും ദൈവം മാനിക്കുമാറാകണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. ഉപവാസത്തിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ കർത്താവിന്റെ ദാസനും കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. ഏത് വിഷയത്തിന്റെ മേലും മുഴുകാൽ മടക്കിയോ ആ വിഷയത്തിന്റെ മേൽ അത്ഭുതത്തിന്റെ കരം ഈ ദിവസങ്ങളിൽ കർത്താവ് അവിടുന്ന് നീട്ടുമാറാകണമേ. ശത്രുവായവൻ യാതൊരു വിധത്തിലും ഏത് മണ്ഡലത്തിലും അവകാശം അറിയുവാൻ ഇടവരത്താതെ വണ്ണം കർത്താവിന്റെ ദാസന രക്തക്കോട്ടയിൽ അവിടുന്ന് കുടുംബമായി മറയ്ക്കുമാറാകണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. സഭ ഒന്നടങ്കം ചേർന്ന് കർത്താവ് സഭയോട് ഉൾപ്പെട്ട് നിൽക്കുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്നോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ രക്തകോട്ടയിൽ ദൈവം മറയ്ക്കണമേ. സ്നേഹത്തിലും ഐക്യത്തിലും മുന്നേറുവാൻ ദൈവം കൃപ ചെയ്യുമാറാകണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസന്റെ ഉപവാസത്തോട് ചേർന്ന് സഭയിൽ മുന്നേറുവാൻ ദൈവം അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്നോട് പ്രാർത്ഥിക്കുന്ന പരസ്യമായി പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളും കർത്താവിന്റെ കരമായ വിഷയങ്ങളുടെ മേലെ വെളിപ്പെടുമാറാകണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. യോശുവയ്ക്ക് കൊടുത്ത പുതുവർഷത്തിനായി സ്തോത്രം ആത്മീയനെയും ദൈവം അനുഗ്രഹിക്കണമേ. വീണ്ടും കൃപയെ പുതിയണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. വൈകിയ വേണ്ടി വചനം സൂക്ഷിക്കുന്ന കർത്താവിന്റെ ദാസന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസന് ദൈവം ഉയരത്തിന്റെ ശക്തിയാൽ നിറയ്ക്കുമാറാകണമേ
സന്നിധിയിലായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും വചനത്താൽ ആത്മാവിൽ വിവേചിച്ച് സംസാരിക്കാൻ ശക്തിയും കൃപയും കർത്താവോർന്ന് കൊടുക്കണമേ. നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന ക്ലാസ്സിൽ ആത്മാവിന്റെ വെളിപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. തീരുമാനമെടുക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഈ ദിവസങ്ങളിൽ തന്നെ കർത്താവിന്റെ കൽപ്പനകൾ സ്വീകരിപ്പാൻ കുഞ്ഞുങ്ങളെ ദൈവം സഹായിക്കണമേ. അഭിഷേകത്താൽ ദൈവം നിറയ്ക്കണമേ. പ്രാർത്ഥനാ ജീവിതമുള്ള കുഞ്ഞുങ്ങളായി വളർന്നുവരുവാൻ സഹായിക്കുമാറാകണമേ. നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വർഗമാണെന്ന് കേട്ടിരിക്കാൻ സ്തോത്രം. സകലമാനവും അവർക്കും ദൈവത്തിനെ യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വീണ്ടും ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഇന്ന് രാത്രിയിലും നമുക്ക് ദൈവപാദപീഠത്തിൽ ദൈവവചന സംബന്ധമായ കാര്യങ്ങൾ പഠിക്കുവാൻ കർത്താവ് ഒരുക്കി തന്ന ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്കായിട്ട് സ്തോത്രം. തുടർന്നുള്ളതായ സമയം നാം കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ചിന്തിക്കുന്നതായ വിഷയം ദൈവവചനത്തോടുള്ളതായ ആ വിശ്വാസം വർദ്ധിക്കുവാനും ഉറപ്പുണ്ടാകുവാനും കർത്താവിങ്കലുള്ളതായ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുവാനും ഇടയായിട്ട് തീരുമാറാകട്ടെ. സൂര്യൻ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ തിരക്കുകൾ, വലിയ ടെൻഷനുകൾ ഒക്കെ ഈ പട്ടണത്തിൽ ഉണ്ടെന്നുള്ളത് അറിയാം. എന്നാൽ അതിന്റെ മധ്യത്തിൽ കിട്ടുന്നതായ അല്പനിമിഷം സൂമിൽ കടന്നു വന്ന ദൈവനെ ശ്രദ്ധിക്കുവാൻ നിങ്ങൾ കാണിക്കുന്നതായ ശുഷ്കാന്തി നിശ്ചയമായും ദൈവസന്നിധാനത്തിൽ അത് പ്രതിഫലം ഉളവാക്കുന്നതാണ്. കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായ ആ വേദഭാഗത്തോട് നമ്മുടെ വിഷയത്തോടുള്ളതായ ബന്ധത്തിൽ ദൈവത്തിന്റെ വചനം അത് അതിന്റെ ആധികാരികത മനസ്സിലാക്കുന്ന 4 കാര്യങ്ങൾ നാം ചിന്തിച്ചു. അതിലൊടുവിൽ ചിന്തിച്ചതായ വിഷയം സയന്റിഫിക് ആക്യുറസിയാണ്. ഒത്തിരി കാര്യങ്ങൾ നാം അതോടുള്ളതായ ബന്ധത്തിൽ ചിന്തിപ്പാനായിട്ടിടയായി. അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു. തക്ക സമയത്ത് അത് നമുക്ക് പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. നമ്മുടെ വിശ്വാസത്തിന്റെ പടി ഒരു ഡിഗ്രിയും കൂടെ കൂടുവാൻ അത് ഉപയോഗിക്കപ്പെട്ടെങ്കിൽ വളരെ നന്നായിരുന്നു. 5-ാമത്തെ വിഷയമായി നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ദൈവവചനത്തിന്റെ പ്രൊഫറ്റിക്കൽ ആക്യുറസിയാണ്. അതായത് പ്രാവചനിക കൃത്യത. ദൈവത്തിന്റെ തിരുവചനം 66 പുസ്തകങ്ങൾ അടങ്ങിയതായ പുസ്തകങ്ങളുടെ ഒരു സഞ്ചയമാണ് നമുക്കറിയാം. ദൈവത്തിന്റെ തിരുവചനം അതൊരു മതഗ്രന്ഥമല്ല. എന്നാൽ വിശ്വാസത്തെക്കുറിച്ച് ശക്തിയോടെ പ്രതിപാദിക്കപ്പെടുന്നതും മനുഷ്യന്റെ ആരംഭവും അവന്റെ ഡെസ്റ്റിനേഷനും എന്തായിരിക്കും എന്ന് വ്യക്തമാക്കുന്നതായ ഒരു പുസ്തകം കൂടിയാണ്. അത് ദൈവത്താൽ രചിക്കപ്പെട്ടതായതുകൊണ്ട് ദൈവം പറയുന്നതായ അനേക കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ മുമ്പിൽ ഭൂത, വർത്തമാന, ഭാവി കാര്യങ്ങളില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് സമയത്തിന് അതീതനാണ്. ദൈവം സമയത്തിന് അതീതനാണ്. അപ്പോ നാം ചിന്തിക്കുന്നത് പോലെ നമുക്ക് പിന്നിലുള്ളതായ കാര്യങ്ങൾ ഭൂതകാലങ്ങളെന്നും നാം ആഗ്രഹിക്കുന്നതായ കാലം വർത്തമാനകാലമെന്നും നാളെ നടക്കുവാനിരിക്കുന്നതായ കാര്യം ഭാവി കാലത്തെ സംഭവങ്ങളാണെന്നും നാം അത് പറയാറുണ്ട്. അപ്പോ ഇന്നലെ കഴിഞ്ഞതായ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുന്നത് കൊണ്ട് അത് നമുക്ക് അതിനെക്കുറിച്ച് ശരിയായിട്ടുള്ളതായ ഒരു ധാരണയുണ്ട്. കഴിഞ്ഞ കാലത്തെ സംഭവങ്ങൾ എല്ലാം നമ്മുടെ ഓർമ്മയിൽ വരണമെന്നില്ല. പലതും മറവിയുടെ ഏടുകളിലേക്ക് മറഞ്ഞു പോകാം. എന്നാൽ അറിയേണ്ടതായ ഒരു കാര്യം, നാളെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നതായ കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്നും തന്നെ അറിവില്ല. അപ്പോ നാളെ നടക്കുന്നതായ അല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നതായ കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളത് മനുഷ്യന്റെ ജീവിതത്തിൽ
ഏറ്റവും ആകാംക്ഷ ഉളവാക്കുന്നതാണ്. ദൈവത്തിന് അക്കാര്യം നന്നായിട്ട് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ സൃഷ്ടിയോടുള്ളതായ ബന്ധത്തിൽ, ഈ പ്രപഞ്ചത്തിൽ അതിൻ്റെ പ്രപഞ്ച ശക്തികളുടെ വെളിച്ചത്തിൽ, അതുപോലെ സൂര്യ ചന്ദ്ര താരങ്ങളുടേതായിട്ടുള്ളതായ ബന്ധത്തിൽ, മാത്രമല്ല മനുഷ്യന്റെ ചരിത്രത്തിലുള്ളതായ ബന്ധത്തിൽ എന്താണ് സംഭവിപ്പാനിരിക്കുന്നത് എന്ന് ദൈവം അതാത് സമയത്ത് തന്റെ ഭക്തന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക പതിവുണ്ട്. അങ്ങനെ പോയ കാലങ്ങളിൽ ജീവിച്ചിരുന്നതായ ഭക്തന്മാരിൽ കൂടെ വരും കാലങ്ങളിലേക്ക് വരും കാലങ്ങളിൽ സംഭവിപ്പാനിരിക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളാണ് പ്രവചനങ്ങൾ എന്നുള്ളതായ നിലയിൽ അറിയുവാൻ കഴിയുന്നത്. അതായത് വരുവാനിരിക്കുന്നതായ കാര്യങ്ങൾ വർത്തമാനകാലത്തിൽ പറയുന്നതിനെയാണ് നമ്മൾ പ്രവചനമായി കണക്കാക്കുന്നത്. അതുപോലെ ഈ വരുവാനിരിക്കുന്നതായ ഭാവി കാലത്ത് സംഭവിപ്പാനിരിക്കുന്നതായ കാര്യങ്ങൾ വർത്തമാനകാലത്തിന് മുമ്പ്, അല്ലെങ്കിൽ ഇന്ന് എന്ന് പറയുന്നതായ കാലത്തിന് മുമ്പ്, ഒരുപക്ഷെ ദിവസങ്ങൾക്ക് മുമ്പോ മാസങ്ങൾക്ക് മുമ്പോ വർഷങ്ങൾക്ക് മുമ്പോ വളരെ ദീർഘനാളുകൾക്ക് മുമ്പോ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ, അതുവരെ പറയുന്നതായ സമയത്ത് സംഭവിച്ചിട്ടില്ല എങ്കിൽ ആ വിഷയത്തെ കേൾക്കുന്നതായ വ്യക്തികൾ എന്തായിട്ട് കണക്കാക്കും? ഭാവി കാലത്ത് നടക്കാനിരിക്കുന്നതായ സംഭവങ്ങളായി അതിനെ കണക്കാക്കും. അതിനാണ് പ്രൊഫസി അല്ലെങ്കിൽ പ്രവചനം എന്നുള്ളതായ നിലയിൽ നാം അറിയുന്നത്. വേദപുസ്തകത്തെ സംബന്ധിച്ച് അതൊരു പ്രവചന പുസ്തകം ആണെന്ന് പറയുവാൻ കഴിയുകയില്ല. പക്ഷേ അതിനകത്ത് അനേകായിരം പ്രവചനങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രവചനങ്ങൾ അനവധിയുള്ളതായ ഒരു പുസ്തകമാണ് വേദപുസ്തകം എന്ന് നമുക്കറിയാം. ഒരു പ്രവചനമായി തീരണമെങ്കിൽ പ്രവചനം പറഞ്ഞത് കൊണ്ടായില്ല. പ്രവചിച്ചത് കൊണ്ട് ഒരു പ്രവചന ഭാഷ്യം പ്രവചനമായി എന്ന് നമുക്ക് പ്രവചനമാണ് എന്ന് പറയുവാൻ കഴിയത്തില്ല. നാളെ ഒരു കാര്യം നടക്കുമെന്ന് ഒരാൾ പറഞ്ഞാൽ അത് പ്രവചനമായി തീരണമെങ്കിൽ അത് നടക്കുമെന്നുള്ളതിന് ഉറപ്പുണ്ടായിരിക്കണം, അത് വിശ്വസനീയമായിരിക്കണം. വിശ്വസനീയത ഏത് രീതിയിലാണ് നമ്മൾ കണക്കാക്കുന്നത്? ആ പ്രവചിക്കുന്നതായ ആളിന്റെ മേലുള്ളതായ വിശ്വാസം. രണ്ട്, ആ വ്യക്തിയിൽ കൂടെ നേരത്തെ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, ആ രീതിയിൽ അദ്ദേഹം പറയുന്നതായ കാര്യങ്ങൾ വിശ്വസിക്കുവാൻ കൊള്ളാകുന്നതാണോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് പ്രവചനത്തിന്റെ കൃത്യത അല്ലെങ്കിൽ പ്രവചനത്തിന്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുന്നത്. വേദപുസ്തകത്തെ സംബന്ധിച്ച് അനേക പ്രവചനങ്ങൾ, നൂറുകണക്കിന് പ്രവചനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യഹോവയായ ദൈവം നൽകിയതായ പ്രവചനങ്ങൾ തന്നെ ഭക്തന്മാരിൽ കൂടെ, പ്രവാചകന്മാരിൽ കൂടെ, രാജാക്കന്മാരിൽ കൂടെ ദൈവം നൽകിയിരിക്കുന്നതായ സംഭവിപ്പാനിരിക്കുന്നതായ അരുളപ്പാടുകൾ. മാത്രമല്ല പുതിയ നിയമകാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട അപ്പോസ്തലന്മാരിൽ കൂടെ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ, എന്തിന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നതായ അനേക കാര്യങ്ങൾ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. ഈ തിരുവചനങ്ങളുടെ പ്രവചനത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ വിശ്വസനീയത എന്ത് എന്ന് ചോദിച്ചാൽ, സംഭവിപ്പാൻ കാലഘട്ടങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നതായ ഒരു വ്യക്തിക്ക് തിരുവചനത്തിലെ പ്രവചനങ്ങൾ, അനേകം നിറവേറപ്പെട്ടതായ പ്രവചനങ്ങൾ അക്ഷരം പ്രതി അതിന്റെ കാലക്കണക്ക് തെറ്റാതെ, അതിന്റെ സ്വഭാവം തെറ്റാതെ, അതിന്റെ ഉദ്ദേശം തെറ്റാതെ അതുപോലെ നിറവേറപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അങ്ങനെ അനേക നിറവേറപ്പെട്ടതായ പ്രവചനങ്ങൾ ഉള്ളത് കൊണ്ടാണ് ദൈവത്തിന്റെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ പ്രവചനങ്ങൾ എല്ലാം തന്നെ യഹോവയായ ദൈവത്തിന്റെ ഭക്തന്മാരായ പ്രവാചകന്മാരും യഹോവയായ ദൈവം തന്നെയും
തന്റെ ദൂതന്മാരിൽ കൂടെയും മാത്രമല്ല നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൽ കൂടെയും ദൈവത്തിന്റെ അതിശ്രേഷ്ഠരായ അപ്പോസ്തലന്മാരിൽ കൂടെയും അരുളിക്കെതിരിക്കുന്നതായ പ്രവചനത്തിന് എല്ലാം ഒരു നിവർത്തീകരണമുണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഒരു കാര്യം കൂടെ അക്കാര്യത്തിൽ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ദൈവവചനത്തിലെ പ്രവചനത്തിന് വിവിധ പ്രവചന നിറവേറലുകളുണ്ട്, വിവിധ ടൈം ഓഫ് ഫുൾഫിൽമെന്റുകളുണ്ട്. ഒരു പ്രവചനം അത് കണ്ടിന്യൂസ് ഫുൾഫിൽമെന്റിലേക്ക് വരുന്നതായ പ്രവചനങ്ങളുണ്ട്. വൺ ടൈം ഫുൾഫിൽമെന്റ് ഉണ്ട്. അത് ഭൂതകാലത്ത് അല്ലെങ്കിൽ ഭൂതകാലത്ത് സംഭവിച്ചതാകാം. ആ സംഭവിച്ചതായ അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്തതായ പ്രവചനങ്ങൾ തന്നെ ഭാവി കാലത്ത് അത് വീണ്ടും അത് സംഭവിപ്പാൻ ഇടയുള്ളതായ പ്രവചനങ്ങളുണ്ട്. അപ്പോ കണ്ടിന്യൂസ് പ്രൊഫസി എന്നുള്ളതായ രീതിയിൽ നമുക്ക് പ്രവചനങ്ങളെ കാണുവാൻ കഴിയും. വൺ ടൈം ഫുൾഫിൽമെന്റ് ഉണ്ട്, ഇപ്പോൾ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇനിയും നിവർത്തിക്കപ്പെടുവാനിരിക്കുന്നതായ പ്രവചനങ്ങളുണ്ട്. അപ്പോ ഒരു പ്രവചനത്തിന്റെ ഒരു നിവർത്തീകരണം ഉണ്ടായി എന്ന് പറഞ്ഞ് ആ പ്രവചനത്തെ നമുക്ക് മാറ്റി നിർത്തുവാനായിട്ട് കഴിയുകയില്ല. അതേ പ്രവചനം തന്നെ വർത്തമാനകാലത്തിന് പക്ഷേ അത് അടുത്ത ഫുൾഫിൽമെന്റിലേക്ക് വരാം. ഭാവി കാലത്ത് അതിന്റെ ഫുൾഫിൽമെന്റ് സംഭവിക്കാം. അപ്പോ പ്രവചനങ്ങളെ എപ്പോഴും നാം ആ രീതിയിൽ വേണം സമീപിക്കുവാൻ. നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം ദൈവവചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നതായ പ്രവചനങ്ങൾ എത്ര കൃത്യമാണ് എന്ന് ഒന്ന് പരിശോധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പരിശോധിക്കുന്നതിൽ കൂടെ നമ്മുടെ കയ്യിലിരിക്കുന്നതായ ദൈവത്തിന്റെ തിരുവചനത്തിന്റെ വിശ്വസനീയത നമുക്ക് അധികം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്തിനാണ് അങ്ങനെ വിശ്വസനീയത നാം തന്നെ മനസ്സിലാക്കുന്നത്? മനസ്സിലാക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ദൈവവചനത്തിൽ നമുക്ക് തന്നിരിക്കുന്നതായ പ്രമാണങ്ങൾ എല്ലാം തന്നെ ഒന്നും മാറ്റപ്പെടാതെ, ഒന്നും നീക്കിവെക്കാതെ, ഒന്നും അഗണ്യമായി കരുതാതെ, ഒന്നും ഉപേക്ഷയായി വിചാരിക്കാതെ എല്ലാം അതുപോലെ അനുസരിക്കണമെന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടതിനു വേണ്ടിയാണ്. മനുഷ്യന് പൊതുവെ ഒരു സ്വഭാവമുണ്ട്. ദൈവവചനമായാലും മറ്റെന്തായാലും അവന്റെ സ്വഭാവത്തിനനുസരിച്ച്, അവന്റെ താല്പര്യത്തിനനുസരിച്ച്, അവന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ളത് മാത്രമേ തിരഞ്ഞെടുക്കുവാൻ ബന്ധപ്പെടുകയുള്ളൂ. ഈ ഭൂമിയിലെ കാര്യങ്ങളെ സംബന്ധിച്ച് അത് വളരെ കറക്റ്റാണ്. നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം തിരഞ്ഞെടുത്താൽ മതി. നമുക്ക് നന്മയാണെന്ന് തോന്നുന്നത് മാത്രം തിരഞ്ഞെടുത്താൽ മതി. നമുക്ക് ദോഷകരമായി വരുന്നത് നമുക്കത് ഉപേക്ഷിച്ച് കളയുവാനുള്ളതായ സ്വാതന്ത്ര്യം ഈ ലോകത്തോടുള്ളതായ ബന്ധത്തിൽ നമുക്കുണ്ട്. ഉദാഹരണത്തിന്, നാം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരിടത്ത് നിന്ന് നമുക്കൊരു ജോലിക്ക് നമുക്ക് ഒരു അപ്പോയിന്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വയം തീരുമാനമെടുക്കുവാനുള്ളതായ സ്വാതന്ത്ര്യമുണ്ട്. അത് ആ ജോലി വേണമോ, ഈ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യണമോ, ആ ജോലിയിൽ എന്ന് പ്രവേശിക്കണം, എന്ന് വരെ ഈ ജോലി തുടരണം എന്ന് തീരുമാനമെടുക്കുവാനുള്ളതായ ഒരു സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്. ഒരിടത്തേക്ക് പോകണമെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ എപ്പോൾ പോകണമെന്നും അല്ലെങ്കിൽ പോകണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുവാനുള്ളതായ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഒരു ഭവനം പണിയണമെങ്കിൽ ആ ഭവനം ഭവനം പണിയണോ വേണ്ടയോ എന്നുള്ളതും അത് എങ്ങനെ പണിയണമെന്നുള്ളതും തീരുമാനമെടുക്കുവാനുള്ളതായ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. എന്നാൽ ദൈവവചനത്തെ സംബന്ധിച്ച് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടപ്രകാരം മാറ്റിവെക്കുവാനോ, നമ്മുടെ ഇഷ്ടപ്രകാരം അതിനൊരു ചേഞ്ച് വരുത്തുവാനോ, നമ്മുടെ ഇഷ്ടപ്രകാരം അതിനെ ഉപേക്ഷിച്ച് അത് മാറ്റിവെച്ചിട്ട് വേറൊന്ന് സെലക്ട് ചെയ്യുവാനോ നമുക്ക് അനുവാദമില്ല. മനസ്സിലായോ? കാരണം ദൈവവചനം ഒരിക്കൽ എഴുതപ്പെട്ടത് അത് കൃത്യതയുള്ളതാണ്. അതിനകത്ത് ദൈവത്തിനല്ലാതെ മാറ്റം വരുത്തുവാൻ ആർക്കും അധികാരം കൊടുത്തിട്ടില്ല. എന്തെങ്കിലും നാം ദൈവത്തിന്റെ വചനത്തോടുള്ളതായ ബന്ധത്തിൽ
നമ്മുടെ ഭാവിയെ സംബന്ധിക്കുന്ന, നമ്മുടെ വർത്തമാനകാലത്തെ സംബന്ധിക്കുന്ന, നമ്മുടെ നിലനിൽപ്പിനെ സംബന്ധിക്കുന്നതായ കാര്യങ്ങൾ നമുക്കൊരു പക്ഷേ ഇഷ്ടമില്ല എന്ന് വന്നാലും അതിനെ മാറ്റിവെക്കുവാനോ അതിനെ നീട്ടിവെക്കുവാനോ ഉപേക്ഷിച്ച് കളയുവാനോ നമുക്ക് പ്രമാണം തന്നിട്ടില്ല, അധികാരം തന്നിട്ടില്ല. അങ്ങനെ ചെയ്താൽ നിശ്ചയമായും അതിന് ശിക്ഷാവിധി ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതിനും കൂടെ വേണ്ടിയാണ് പ്രാവചനിക ദൈവവചനത്തിലെ പ്രൊഫറ്റിക്കൽ ആക്യുറസി എന്നതായ വിഷയം നാം ചിന്തിക്കേണ്ടത്. അപ്പോ ദൈവവചനം അത് ദൈവത്താൽ അരുളി ചെയ്തതാണ് എന്നും അത് ഡിവൈൻ വേർഡ്സ് ആണെന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കേണ്ടതിന് വേദപുസ്തകത്തിലെ പ്രവചനങ്ങളെ കുറിച്ചുള്ളതായ ഒരു ഓട്ടപ്രദക്ഷിണം മാത്രം ഞാൻ ചെയ്യുകയാണ്. വിശദമായി നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതായ കാര്യമില്ല. ഈ വിഷയത്തുള്ളതായ ബന്ധത്തിൽ 5 ടോപ്പിക്കാണ് നാം ചിന്തിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. പ്രവചനത്തിൽ പ്രൊഫറ്റിക്കൽ ആക്യുറസി ഇൻ ബൈബിൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതിന് 5 കാര്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം, ഈ ലോകത്തിലെ അബ്രഹാമിന്റെ കാലം മുതൽ, അതായത് ഇന്നേക്ക് ഏതാണ്ട് 4000 വർഷത്തിന് മുമ്പുള്ളതായ അബ്രഹാമിന്റെ വിളിയോടുള്ളതായ ബന്ധത്തിൽ അബ്രഹാമിന്റെ കാലം മുതൽ ഇന്നുവരെ ഈ ലോകത്തിലെ ചർച്ചാ വിഷയം എന്താണ്, ഏറ്റവും പ്രധാനപ്പെട്ടതായ വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുന്ന ഇസ്രയേൽ എന്നതായ രാഷ്ട്രമാണ്. ആ ഇസ്രയേൽ എന്നതായ രാഷ്ട്രത്തിന് ഇത്രത്തോളം പ്രാധാന്യം വരുവാൻ കാരണം എന്താ എന്ന് ചോദിച്ചാൽ, അത്യുന്നതനായ ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പ്രക്രിയ ഭൂമിയിൽ നിറവേറപ്പെടേണ്ടതിന് ദൈവം തിരഞ്ഞെടുത്തതായ ഒരു രാജ്യവും ഒരു ജനതയുമാണ് ഇസ്രയേൽ എന്ന് പറയുന്നതായ രാജ്യവും ജനതയും. ഭൂമിയിൽ മനുഷ്യന്റെ വീണ്ടെടുപ്പ് പൂർത്തീകരിക്കേണ്ടതിന് വേണ്ടി, മനുഷ്യന്റെ വീണ്ടെടുപ്പ് അതിന്റെ നിർണയത്തിലേക്ക് വരേണ്ടതിന് വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ ഒരു ദേശവും ഒരു രാജ്യവുമാണ്, ഒരു ജനതയുമാണ് ഇസ്രയേൽ. ഇസ്രയേലിന്റെ ആരംഭം എന്നാണ് അത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ്. അന്ന് തുടങ്ങി ഈ നിമിഷം വരെ, ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷം വരെയും ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായ വിഷയം ഇസ്രയേലിനെ സംബന്ധിക്കുന്ന വിഷയമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ തിരുവചനത്തിൽ നാം ചിന്തിക്കുന്ന ഈ പ്രത്യേക വിഷയം, അതായത് ആക്യുറസി, പ്രൊഫറ്റിക്കൽ ആക്യുറസി, ഇസ്രയേലിനെ സംബന്ധിച്ച് എത്രത്തോളം കൃത്യമാണ് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. വേദപുസ്തകത്തിന്റെ ആരംഭം മുതൽ അവസാനമായ വെളിപ്പാട് പുസ്തകം വരെ നിറഞ്ഞു നിൽക്കുന്നതായ ഒരു ജനതയാണ് ഇസ്രയേൽ ജനത. ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കപ്പെടുന്നതായ ഒരു രാഷ്ട്രമാണ് ആ രാഷ്ട്രം. ആ രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതായ ഒട്ടനവധി പ്രവചനങ്ങൾ നമുക്ക് ദൈവത്തിന്റെ തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. അതിൽ ഒരു ഭൂരിഭാഗം നിറവേറപ്പെടുവാനായിട്ടിടയായിട്ട് തീർന്നിട്ടുണ്ട്. ഇനിയും അനേക പ്രവചനങ്ങൾ നിറവേറേണ്ടതായിട്ടുണ്ട്. നിറവേറേണ്ടതായ പ്രവചനങ്ങൾ നിറവേറും എന്നുള്ളതിന്റെ ഉറപ്പെന്തെന്ന് ചോദിച്ചാൽ, ഇതുവരെ നിറവേറപ്പെട്ടതായ പ്രവചനങ്ങളുടെ കൃത്യതയാണ്. ദൈവം പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ ഒന്നുപോലും സംഭവിക്കാതെ പോയിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യതയോടെ തിരുവചനവും ചരിത്രവും പഠിക്കുന്നതായ ഒരു പഠിതാവിന് മനസ്സിലാക്കുവാൻ യാതൊരു പ്രയാസവുമില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിക്കുന്നതായ പ്രവചനങ്ങൾ, നടന്ന പ്രവചനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന പ്രവചനങ്ങളും നടക്കുവാനിരിക്കുന്നതായ പ്രവചനങ്ങളും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവചനത്തിന്റെ കൃത്യതയെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതിന് ഇതുവരെ ഫുൾഫിൽ ചെയ്യപ്പെട്ടതായ, നിവർത്തീകരിക്കപ്പെട്ടതായ പ്രവചനങ്ങളാണ് ഏറ്റവും പ്രധാനം. 2, നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ പ്രവചനങ്ങൾ. അപ്പോ നമുക്ക് വേദപുസ്തകത്തിൽ കൂടെ ഒരു ഓട്ടപ്രദക്ഷിണം ചെയ്യാൻ നിങ്ങൾ എന്നോട് കൂടെ
ഒന്ന് വരണം എന്ന് മാത്രം ഞാൻ പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം തുറക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇസ്രയേലിന്റെ ആരംഭം എവിടെയാണ്? ഇസ്രയേലിന്റെ ആരംഭം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ്. അവിടെ 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ളതായ വാക്യത്തിൽ ദൈവത്തിന്റെ ജനമായ ഇസ്രയേൽ, അന്ന് ഇസ്രയേൽ ജനിച്ചിട്ടില്ല, ഇസ്രയേൽ ഉണ്ടായിട്ടില്ല, ഇസ്രയേൽ എന്നുള്ളതായ പദം അന്നില്ല. പക്ഷേ ഉണ്ടാകുവാനിരിക്കുന്നതായ രാഷ്ട്രത്തെ സംബന്ധിച്ച് ആ രാഷ്ട്രത്തിന്റെ പിതാവായ ബയോളജിക്കൽ ഫാദറായ അബ്രഹാമിനോട് യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്ന്. ഇസ്രയേൽ will become a great nation എന്ന് യഹോവയായ ദൈവം പ്രവചിക്കുവാനായിട്ടിടയായി. പ്രവചന ശബ്ദമാണ്, അനുഗ്രഹത്തിന്റെ ശബ്ദമാണ് അബ്രഹാമിന് കൊടുത്തത്. നമുക്കറിയാം അതെത്ര കൃത്യമായി നിറവേറപ്പെട്ടു, എത്ര കൃത്യമായി നിറവേറിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ വെളിച്ചത്തിൽ എത്ര കൃത്യമായി ഇനി നിറവേറുമെന്നുള്ളത് നാം സംശയിക്കേണ്ടാത്തതായ കാര്യമാണ്. ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കുമെന്ന് അബ്രഹാമിനോട് യഹോവയായ ദൈവം പറഞ്ഞത് അത് നിറവേറി. ഒരൊറ്റ മനുഷ്യനിൽ നിന്ന് എണ്ണിക്കൂടാതെ വണ്ണമുള്ളതായ ജനമുണ്ടായി. 12 ഗോത്രപിതാക്കന്മാരിൽ നിന്ന് അന്നു മുതൽ ഇന്നുവരെ ലോകരാഷ്ട്രങ്ങൾ മാറി മാറി കൊന്നൊടുക്കുവാൻ ശ്രമിച്ച് നശിപ്പിച്ച് കളയുമെന്ന് വാശിയോടെ നിന്നതായ ഒരു രാഷ്ട്രം ഇന്നും ഇതാ ശക്തിയോടെ ലോകത്തിന് മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കുന്നത് കാണുമ്പോ ദൈവത്തിന്റെ പ്രവചനത്തിന്റെ കൃത്യത ദൈവവചനത്തിൽ എത്രത്തോളം ആണ് എന്ന് ഒരു ദൈവ പൈതലിന് മനസ്സിലാക്കി കൈ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാതിരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ഇനി രണ്ടാമത് ഉൽപ്പത്തി പുസ്തകം 49-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അബ്രഹാമിന്റെ സന്തതിയായ ഇസ്ഹാക്കിന്റെ സന്തതിയായ യാക്കോബിന്റെ സന്തതികളായ 12 പേരിൽ നിന്ന് ഒരുവന്റെ പേരെടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ആരാണവൻ? അവന്റെ പേര് യഹൂദ എന്നാണ്. എന്താണ് യഹൂദയെ കുറിച്ച് പറഞ്ഞത്? യഹൂദയിൽ നിന്ന് രാജാക്കന്മാർ പുറപ്പെടുമെന്ന് പറഞ്ഞു. യഹൂദയിൽ നിന്ന് രാജാക്കന്മാർ പുറപ്പെടുമെന്ന് പറഞ്ഞു. നിലനിൽക്കുന്നതായ ഒരു രാജ്യത്വം ആരംഭിക്കുന്നത് യഹൂദ ഗോത്രത്തിൽ പിറന്നതായ ദാവീദ് മുഖാന്തരമാണ്. ആ സിംഹാസനം ഇന്നുവരെ തകർന്നു പോയിട്ടില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. ഭാഗികമായി ഒരു ബ്രേക്ക് വന്നു. ഇപ്പോൾ അവർക്ക് രാജാക്കന്മാരില്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ രാജാക്കന്മാരുടെ ആ ശൃംഖല സിദക്കിയാവോടുകൂടെ അവസാനിച്ചെങ്കിലും ആ രാജസിംഹാസനത്തിന് കോട്ടം വന്നിട്ടില്ല. ആ രാജസിംഹാസനം ഏതാനും കൈവിരലിൽ എണ്ണപ്പെടുന്നതായ വർഷങ്ങൾക്കുള്ളിൽ യെരുശലേമിൽ വീണ്ടും സ്ഥാപിതമാകുവാൻ പോകുകയാണ്. അത് വരുവാനിരിക്കുന്നതായ പ്രവചനം. പോകട്ടെ, നമുക്ക് തൽക്കാലം അതിലേക്ക് കിടക്കേണ്ട. നിവർത്തീകരിക്കപ്പെട്ടതായ പ്രവചനം ശ്രദ്ധിക്കൂ. രാജാക്കന്മാർ ഇസ്രയേലിനെ വാഴുവാൻ തുടങ്ങുന്നത് ശൗലിന്റെ കാലത്താണ്. ശൗല ബെന്യാമിൻ ഗോത്രക്കാരനാണ്. പക്ഷേ ശൗലിൽ നിന്ന് രാജസിംഹാസനം എടുത്തു മാറ്റി എന്ത് ചെയ്തു? ഇശായി പുത്രനായ യഹൂദാ ഗോത്രത്തിൽ പിറന്ന ഇശായി പുത്രനായ ദാവീദിന് ദൈവം ആ സിംഹാസനം നൽകുവാനിടയായി. തുടർന്ന് ദാവീദിന്റെ മകനായ ശലോമോനും ശലോമോന്റെ മകനായ രഹബയാമിന്റെ സന്തതികളായി തുടർമാനമായി രാജാക്കന്മാരും നീണ്ട വർഷങ്ങൾ യഹൂദയെ ഭരിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ആ രാജാക്കന്മാരുണ്ടാകുമെന്നുള്ളതായ പ്രവചനം അക്ഷരം പ്രതി നിവർത്തീകരിക്കപ്പെട്ടതാണ് നാം കാണുവാനായിട്ട് കഴിയുന്നത്. ഇനി നമുക്ക് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ ഇസ്രായേലിനെ സംബന്ധിക്കുന്നതായ അടുത്ത പ്രവചനം അബ്രഹാമിന് കൊടുക്കുകയാണ്. അബ്രഹാമിനോട് പറഞ്ഞത് എന്താണ്? നിന്റെ സന്തതി നീ അറിയാത്തതായ ദേശത്ത് 400 സംവത്സരം അടിമകളായി പാർക്കുമെന്ന് പറഞ്ഞു. അന്ന് സന്തതി ജനിച്ചിട്ടില്ല. ശ്രദ്ധിക്കണം, അബ്രഹാമിന് സന്തതിയെ ജനിച്ചിട്ടില്ല. പക്ഷെ അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതികൾ എന്ത് ചെയ്യും? 400 വർഷം ഒരു
സ്ട്രേഞ്ചർ ലാൻഡില് 400 വർഷം അടിമകളായി പാർക്കും. Praise the Lord. They will be under slavery around 400 years in an unknown place എന്നാണ് യഹോവയായ ദൈവം പറഞ്ഞത്. അത് സംഭവിച്ചോ? നമുക്കറിയാം സംഭവിച്ചു എന്നുള്ള കാര്യം. അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ മകനായ യാക്കോബിന്റെ സന്തതികൾ, യാക്കോബ് ഉൾപ്പെടെ 70 പേർ മിസ്രൈമിലേക്ക് പോകുവാനായിട്ടിടയായിട്ട് തീർന്നു. അവരുടെ അടിമത്വം അടുത്ത തലമുറ മുതൽ അവരുടെ അടിമത്വം അവിടെ ആരംഭിപ്പാനിടയായി. പ്രൈസ് ദി ലോർഡ്. യഹോവയായ ദൈവം പറഞ്ഞ പ്രവചനം എത്ര കൃത്യമായി! ഇനി നമുക്ക് രാജ്യങ്ങളിൽ യുദ്ധമുണ്ടാകുമെന്നുള്ളതായ കാര്യം പറഞ്ഞിരിക്കുന്ന പ്രവചനം, ഇസ്രായേലിനെ സംബന്ധിക്കുന്ന അനേക പ്രവചനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാളുകൾ കുറെ കഴിഞ്ഞു. നമുക്കറിയാം സിദെക്കീയാവിന്റെ സമയത്ത് യഹൂദ എന്ത് ചെയ്തു? ബാബേലിലേക്ക് അടിമകളായി പിടിക്കപ്പെട്ടുകൊണ്ട് പോകുവാനിടയായി. എന്നാൽ അടിമകളായി പിടിക്കപ്പെടുന്നതിന് മുമ്പ് പ്രവാചകനായ യിരെമ്യാവ് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യും? ബാബേലിനെ നിങ്ങൾ 70 സംവത്സരം സേവിക്കും. നിങ്ങൾ ഇനിയും ബാബേലിൽ അടിമകളായിരിക്കാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. കാരണം നിങ്ങളുടെ വഷളത്വം അത്രത്തോളം ദൈവസന്നിധിയിൽ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ സഹോദരിയായ ഇസ്രയേൽ അടിമകളായി പിടിച്ചുകൊണ്ട് പോകപ്പെട്ടതുപോലെ നിങ്ങളെയും ബാബേൽ രാജാവ് വന്ന് അടിമകളായി പിടിച്ചുകൊണ്ടു പോകുമെന്ന് യിരെമ്യാവ് അവരോട് യഹോവയായ ദൈവത്തിന്റെ വചനം അരുളി ചെയ്തു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലും 29-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിലും നമുക്ക് ആ പ്രവചനം കാണുവാനായിട്ട് കഴിയും. ആ പ്രവചനം അക്ഷരം പ്രതി നിറവേറിയോ? യിരെമ്യാവിന്റെ സമയത്ത് തന്നെ യിരെമ്യാവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോ യിരെമ്യാവ് ഏത് രാജാവിനോട് ആ പ്രവചനം പറഞ്ഞുവോ? സിദെക്കീയാവിന്റെ സമയത്ത് നെബൂഖദ്നേസർ രാജാവിന്റെ പട വന്ന് യെരൂശലേമിന് ചുറ്റും വാടകോരി അവരെ എന്ത് ചെയ്തു? അടിമകളായി പിടിച്ചുകൊണ്ടു പോകുവാനിടയായി. നീണ്ട 70 സംവത്സരം കൃത്യമായി യിരെമ്യാവ് പറഞ്ഞതുപോലെ ആ 70 സംവത്സരം അവർ എവിടെയായിരുന്നു അടിമകളായി? അവർ ബാബേലിൽ പാർത്തു. ആ 70 വർഷം പൂർത്തീകരിക്കുന്നതായ സമയം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് ബാബേലിനെ തകർത്ത് ഇസ്രയേലിനെ അവിടെ നിന്ന് വിടുവിപ്പാനായിട്ടിടയായി. ഇനി നമുക്ക് ദാനിയേലിന്റെ പ്രവചനത്തിലേക്ക് വരുമ്പോ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 1-2 വായിക്കുമ്പോ അവിടുന്ന് മടങ്ങി വരുമെന്നുള്ളതായ പ്രവചനം, ഞാൻ എല്ലാം അധികം വിവരിക്കുന്നില്ല. മടങ്ങി വരുമെന്നുള്ളതായ പ്രവചനം, ആ മടങ്ങി വരുമെന്നുള്ളതായ പ്രവചനവും നിറവേറപ്പെടുവാനിടയായി. അതിനുശേഷം സംഭവിച്ചതായ കാര്യം, ഇസ്രയേല് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചില്ല എങ്കിൽ ഭൂമിയിൽ മൊത്തം ചിതറിപ്പോകുമെന്ന് യഹോവയായ ദൈവം മോശ മുഖാന്തരം അവരോട് അരുളി ചെയ്തത് ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ അനുഗ്രഹിക്കപ്പെടുമ്പോൾ അനുസരിക്കുന്നതായ ദൈവജനത്തിന് അനുഗ്രഹവും അനുസരണക്കേട് കാണിക്കുന്നവർക്ക് ദൈവത്തിന്റെ ശാപവും കടന്നു വരുമെന്ന് മോശ അരുളി ചെയ്യുവാനിടയായി. ഒരു കാര്യം നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദൈവത്തിന്റെ വചനത്തിന് അത് പ്രസംഗമായാലും കൊള്ളാം, പ്രവചനമായാലും കൊള്ളാം, അത് ദൈവവചനത്തിന്റെ പഠനമായാലും കൊള്ളാം, എല്ലാറ്റിനും 2 വശമുണ്ട് എന്ന് ചിന്തിക്കണം. 2 വശമുണ്ട്. എന്താണ് 2 വശം? ദൈവവചനം വായിക്കുന്നത് ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. അത് നാം പലപ്പോഴും ശ്രദ്ധിക്കാത്തത് കൊണ്ടും അത് ഗ്രഹിക്കുവാൻ കഴിയാത്തത് കൊണ്ടും ദൈവത്തിന്റെ ദാസന്മാരിൽ കൂടെ എന്ത് ചെയ്യും? ദൈവവചനം സംസാരിക്കും. അതും ദൈവം നമ്മോട് ദൈവവചനത്തിൽ കൂടിയാണോ എങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നതാണ്. പ്രവചനത്തിൽ കൂടെ ഒരുപക്ഷെ പ്രവാചകന്മാർ നമ്മോട് സംസാരിക്കും, ഒരുപക്ഷെ സ്വപ്നത്തിൽ കൂടെ സംസാരിക്കും. ദൈവവചനം എങ്ങനെ സംസാരിച്ചാലും അതിന് 2 ഫേസ് ഉണ്ട്, അല്ലെങ്കിൽ 2 അവസ്ഥകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്,
ആ പറയുന്ന ദൈവവചനം എന്നോടാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കി നമ്മുടെ തെറ്റുകൾ തിരുത്തി മാനസാന്തരപ്പെടുന്നവർക്ക് അനുഗ്രഹം. എന്റെ തെറ്റേ അല്ല എന്ന് പറഞ്ഞ് ദൈവവചനത്തിനെതിരെ നാം മുഖം തിരിച്ച് ദൈവവചനത്തെ അത് ഏറ്റെടുക്കാതിരുന്നാൽ, അതിനു മുമ്പിൽ സമർപ്പിക്കാതിരുന്നാൽ, അനുസരണക്കേട് കാണിച്ചാൽ ശാപം. ഇത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉള്ളതാണ്. അനുസരണക്കേട് കാണിക്കുന്നവർക്ക് ദൈവത്താലുള്ളതായ ശിക്ഷാവിധിയും അനുസരിക്കുന്നവർക്ക് ദൈവത്താലുള്ളതായ അനുഗ്രഹവും. ഇത് ദൈവവചനത്തിന്റെ രണ്ട് ഫേസ് ആണ്. അതാണ് നമ്മൾ ഇവിടെ 7ാമത്തെ വിഷയമായി ചിന്തിച്ചത്. ഇസ്രായേൽ മക്കളോട് ഒടുവിലായി മോശ തന്റെ വചനം പുതിയ തലമുറയോട് പ്രസ്താവിക്കുന്നതായ ഭാഗമാണ് ആവർത്തന പുസ്തകം. ആവർത്തന പുസ്തകത്തിന്റെ ഒടുവിലത്തെ ഭാഗങ്ങളിലേക്ക് വരുമ്പോ അതിന്റെ 28ാം അധ്യായം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ആ 28ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ട് വായിക്കുമ്പോ അവിടെ അനുഗ്രഹിക്കുന്നവർക്ക് ലഭിക്കുന്നതായ, അനുസരിക്കുന്നവർക്ക് ലഭിക്കുന്നതായ അനുഗ്രഹങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് നമുക്ക് കാണുവാൻ കഴിയും. ആ അനുസരിക്കുന്നവരുടെ ലിസ്റ്റ് കൊണ്ട് അവിടെ അവസാനിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് താഴോട്ട് വരുമ്പോ അനുസരണക്കേട് കാണിച്ചാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിന് മോശ തുറന്നു കൊടുക്കുന്നതായ കാര്യങ്ങൾ അനുഗ്രഹിക്കുന്നവർക്ക് ലഭിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് അനുസരണക്കേട് കാണിക്കുന്നവർക്ക് ലഭിക്കുകയാണ്. അത് സംഭവിച്ചോ എന്നുള്ളതാണ് അടുത്ത ചിന്ത. അത് പ്രവചന ഭാഗം പോലെ ദൈവഭക്തനായ ദൈവത്തിന്റെ ദാസനായ മോശ പ്രവചിച്ചതുപോലെ സംഭവിപ്പാനിടയായി. മോശ എന്താ പറഞ്ഞത്? നിങ്ങൾ ദൈവവചനം അനുസരിച്ചില്ല എങ്കിൽ നിങ്ങൾ ഭൂമിയിലൊക്കെയും ചിതറിക്കപ്പെടും. നിങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിൽ നിന്ന് നിങ്ങൾ 7 വഴിയായി ഓടിപ്പോകും. നിങ്ങൾ നാഥനില്ലാത്തതുപോലെ, കാറ്റത്ത് കരിയില പറക്കുന്നത് പോലെ നിങ്ങൾ ഭൂമിയിൽ എല്ലായിടവും എന്ത് ചെയ്യും? യു വിൽ ബി സ്കാറ്റേർഡ് ഓൾ ഓവർ ദ വേൾഡ് എന്ന് യഹോവയായ ദൈവം പറഞ്ഞു. നമുക്കറിയാം എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം. പല ഘട്ടങ്ങളിലായി അത് സംഭവിപ്പാനിടയായി. മോശയ്ക്ക് ശേഷം ന്യായാധിപന്മാരുടെ സമയത്ത് അവർ അടിമത്തങ്ങളിലേക്ക് പോകുവാനായിട്ടിടയായിട്ട് തീർന്നു. അതവർക്കൊരു മേമ്പൊടി എന്നതുപോലെ, ഒരു പാഠം എന്നതുപോലെ ആയിരുന്നു. പക്ഷേ ഒടുവിലേക്ക് വരുമ്പോ, അവസാനം വരുമ്പോ, രാജാക്കന്മാരുടെ കാലത്ത് അവർക്കത് സംഭവിച്ചു. എന്നാൽ അവിടം കൊണ്ടും തീർന്നില്ല. ദൈവം അവരെ വരുത്തപ്പെട്ടവർ അനുസരിച്ചോ? അവരതനുസരിച്ചില്ല. ദൈവവചനത്തിന് ചെവി കൊടുത്തില്ല. തുടർന്നുള്ളതായ 400 വർഷത്തിനിപ്പുറം ഏതാണ്ട് 300 വർഷം അവര് വിവിധ രാജ്യങ്ങളുടെ കീഴിൽ അടിമകളായി പാർക്കുവാനിടയായി. ഒടുവിൽ റോമാ ഗവൺമെന്റിന്റെ കീഴിൽ നിന്ന് അവരെന്നേക്കുമായി ചിതറിപ്പോയി. AD 70 റോമൻ ഗവർണറായിരുന്നതായ ടൈറ്റസ് വന്ന് യെരുശലേം പിടിച്ച് മതിലിടിച്ചു കളഞ്ഞ് ജനത്തെ ചിതറിച്ചു. ഏതാണ്ട് 60 വർഷങ്ങൾക്ക് ശേഷം AD 134 യഹൂദന്മാർ ഒന്നോടൊന്നോ ചേർന്നിരിക്കാതെ വണ്ണം കാണുന്ന യഹൂദന്മാരെ മുഴുവനും കൊന്നുമുടിച്ച് 2 പേർ ഒന്നിച്ച് ഇരിക്കാതെ വണ്ണം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും ചിതറിക്കപ്പെട്ടു. എത്ര വർഷത്തിന് മുമ്പ് യഹോവയായ ദൈവം അവരോട് പറഞ്ഞതായ കാര്യമാണ് നിറവേറപ്പെട്ടത്. അതിന് കാരണക്കാരൻ ദൈവം പറഞ്ഞു എന്നുള്ളതല്ല കാരണം. അത് തങ്ങളുടെ മേൽ ശാപമായി വരത്തക്കവണ്ണം അവർ പെരുമാറി എന്നുള്ളതാണ് വിഷയം. നമ്മുടെ മുമ്പിൽ ഒരു വലിയ ഗുണപാഠമുണ്ട്. നമുക്കൊരു വലിയ പാഠമാണത്. എന്താണെന്നറിയാമോ? ദൈവം എന്ത് പറയുന്നുവോ, ദൈവവചനം എന്ത് പറയുന്നുവോ അത് നാം ചോദ്യം ചെയ്യാതെ അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ്. എന്തിനാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ അനുഗ്രഹം നഷ്ടപ്പെടാതെ നമ്മുടെ കരങ്ങളിൽ ലഭിക്കേണ്ടതിന്? പോകട്ടെ. അപ്പോ ആ പ്രവചനം അതുപോലെ നിവർത്തീകരിക്കുവാനിടയായിട്ട് തീർന്നു എന്നാണ്
ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. അടുത്തത്, ഇസ്രയേൽ വുഡ് ബിക്കം എ ബൈവേർഡ് അമോങ് ദിസ് നേഷൻ. എല്ലാവർക്കും അവർക്കെന്താ, ഒരു പരിഹാസ വിഷയമായി മാറുമെന്ന. നിശ്ചയമായും ഇസ്രയേൽ പരിഹാസ വിഷയമായി മാറുവാനിടയായി. ഇസ്രയേൽ വുഡ് ലോൺ ടു മെനി നേഷൻ ബട്ട് ബോറോ ഫ്രം നത്തിങ് നൺ. ഇസ്രയേൽ എല്ലാവർക്കും എന്ത് ചെയ്യും? വായ്പ കൊടുക്കും, ആരിൽ നിന്നും വായ്പ വാങ്ങുകയില്ല എന്ന് ഒരു പ്രവചനമുണ്ട്. ഇസ്രയേലിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. എന്തിന്? ഇന്നിന്റെ ചരിത്രം നോക്കിയാലും അത് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇസ്രയേലിന് വായ്പ വാങ്ങേണ്ട കാര്യം ഇല്ല. കാരണം അവരൊരു സമ്പന്ന രാഷ്ട്രമാണ്. അവരുടെ ബുദ്ധിപരമായ വികാസങ്ങൾ, ടെക്നിക്കലായിട്ടുള്ളതായ അവരുടെ അഡ്വാൻസ്മെന്റ് എന്ന് തുടങ്ങി ലോകത്തിന് അവർ സംഭാവന ചെയ്തതായ കാര്യങ്ങൾ അനവധിയാണ്. അത് ദൈവത്തിന്റെ പ്രവചന നിവർത്തിയാണ്. ഷി വുഡ് ബി ബൗണ്ടഡ് ആൻഡ് പെർസിക്യൂട്ടഡ്. വിവരിച്ച് പറയേണ്ട കാര്യമില്ല. അവർ ഇസ്രയേലിനെ പോലെ കഷ്ടത്തിൽ കൂടി കടന്നുപോയ ഒരു ജനം ഭൂമിയിൽ വേറെ ഇല്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനിയൊട്ടുണ്ടാകുകയുമില്ല. ഇനിയും കടന്നു പോകുവാനിരിക്കുന്നതായ കഷ്ടത, അവർക്ക് വരുന്നതായ കഷ്ടത പോലെ ഇതുവരെ ലോകത്ത് മറ്റൊരു ജനതയ്ക്ക് സംഭവിച്ചിട്ടില്ലാത്തതായ കഷ്ടത അവർക്ക് ഇനിയും സംഭവിക്കാനിരിക്കുകയാണ്. പ്രവചനങ്ങൾ മുൻകാലങ്ങൾ നിറവേറപ്പെട്ടത് വർത്തമാനകാലത്ത് അത് നിറവേറപ്പെടുകയില്ല എന്ന് നമ്മൾ ചിന്തിച്ചാലും ഇല്ല, അടുത്ത് താമസിയാതെ അത് നിറവേറപ്പെടുമെന്നുള്ളതിന് മറ്റൊരു ഉദാഹരണമാണ് ഈ പ്രവചന നിവർത്തി. അത് ഭാഗികമായി ഫുൾഫിൽമെന്റ് നടന്നു, ഇനിയും അത് ഫുൾഫിൽ ചെയ്യുവാനിരിക്കുന്നതേ ഉള്ളൂ. വേഗത്തിൽ മുന്നോട്ട് പോകാം. ഇസ്രയേൽ വുഡ് റിജക്ട് ഹെയർ മിശിഹായെ തള്ളിക്കളയും എന്ന പ്രവചനം യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം അതാണ് വിവരിച്ചിരിക്കുന്നത്. അത് അതുപോലെ സംഭവിച്ച് നമുക്കറിയാം. അടുത്തത്, ബിക്കോസ് ഓഫ് ദീസ് ഹെർ എനിമീസ് വുഡ് ഡ്വെൽ ഇൻ ഹെർ ലാൻഡ്. അവരുടെ രാജ്യത്ത്, ഇസ്രായേലിന്റെ രാജ്യത്ത് അവരുടെ ശത്രുക്കൾ വന്നു പാർക്കും എന്ന് പറഞ്ഞതായ പ്രവചനം അത് അതുപോലെ സംഭവിച്ചിരിക്കുകയാണ്. യെരുശലേം ഇതുവരെ സമാധാനപൂർണമായിട്ടില്ല. യെരുശലേം സമാധാനപുത്രി എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വിവിധ ഇടങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ ദൈവം അരുളി ചെയ്തതായ സമാധാനം യെരുശലേമിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. യെരുശലേം ഒരു ഹോളി പ്ലേസ് ആണ് എന്ന്, ദൈവത്തിന്റെ വിശുദ്ധ നിവാസം ഇരിക്കുന്നിടമാണ്, വിശുദ്ധ സ്ഥലമാണ് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ യെരുശലേം ഇന്ന് വരെ വിശുദ്ധ നാടേ അല്ല. നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്, വിശുദ്ധ നാട് കാണാൻ പോയി, വിശുദ്ധ നാട് കാണാൻ പോന്നു, വിശുദ്ധ നാട് കാണാൻ പോണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ യെരുശലേം കാണാൻ പോയി അല്ലെങ്കിൽ ഇസ്രായേൽ കാണാൻ പോയി എന്ന് പറയുന്നതിൽ തെറ്റില്ല. വിശുദ്ധ നാട് കാണാൻ പോയി എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഇപ്പോൾ അത് വിശുദ്ധമല്ല. എല്ലാ ജാതിക്കാരും, എല്ലാ വംശക്കാരും, എല്ലാ ഭാഷക്കാരും, എല്ലാ ദൈവങ്ങളെ വിളിക്കുന്നവർക്കും സ്വതന്ത്രമായി കടന്നു ചെല്ലുവാൻ പറ്റുന്നതായ ഒരു ദേശം, എല്ലാ മ്ലേച്ഛതകളും പാപങ്ങളും നിറഞ്ഞ ഒരു ദേശമാണ് ഇന്നും യെരുശലേം. അന്യദേവന്മാരെ ആരാധിക്കുന്നവരുടെ ആസ്ഥാനം കൂടിയാണ് ഏത്? യെരുശലേം. അപ്പോ വിശുദ്ധ നാട് കാണാൻ പോയി എന്ന് ആരും പറയരുത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അത് വിശുദ്ധ നാടായി മാറുന്നൊരു സമയമുണ്ട്. അത് എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ കർത്താവ് ആ യെരുശലേമിൽ അക്ഷരീകമായി തന്റെ സിംഹാസനം വെക്കുമ്പോൾ അതൊരു വിശുദ്ധ നാടായി മാറും. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ. വീണ്ടും യെരുശലേം വുഡ് ബി ഡിസ്ട്രോയ്ഡ്. സംഭവിച്ചു. ഇസ്രായേൽ വുഡ് ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദീസ് തിങ്സ് എൻഡ്യൂർ ഫോർ എവർ. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇസ്രായേൽ എന്നേക്കും നിലനിൽക്കുന്നതായ ഒരു നഗരമാണ് എന്ന് ദൈവത്തിന്റെ തിരുവചനം പറയുന്നു. ഇസ്രായേൽ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടതാണ്. ഇപ്പോൾ യെരുശലേം ഉണ്ട് എങ്കിലും ഇനിയും അത് പൂർണ്ണമായി നശിപ്പിക്കപ്പെടും. ഇനിയും പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടിട്ട് അത് വീണ്ടും റിനോവേറ്റ് ചെയ്യും. അത് റിനോവേറ്റ് ചെയ്തിട്ട് വീണ്ടും നശിപ്പിക്കപ്പെടും. ഭൂമിയൊക്കെയും
കത്തി അഴിയുന്നതായ സമയത്ത് അത് വീണ്ടും നശിപ്പിക്കപ്പെടും. എന്നാൽ യെരൂശലേമിന്റെ നാശം സംഭവിക്കുകയില്ല. ഒരു പുതിയ യെരൂശലേം നശിപ്പിക്കപ്പെട്ടതായ ആ ഭൂമിയുടെ സ്ഥാനത്ത് പുതിയ ഭൂമി ഉണ്ടാകുമ്പോൾ ആ പുതിയ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു പുതിയ യെരൂശലേമുണ്ട്. യെരൂശലേമിന് ഒരിക്കലും നാശമില്ല. അക്ഷരീകമായ യെരൂശലേം താൽക്കാലികമായി നശിച്ചാലും ദൈവത്തിന്റെ നഗരമായ യെരൂശലേമിന് എന്തില്ല? ഇറ്റ് ഈസ് എൻഡ്യൂർ ഫോർ എവർ, എന്നേക്കും നിലനിൽക്കുന്നതായ നഗരമാണ്. ഇസ്രായേൽ വുഡ് റിട്ടേൺ ടു പാലസ്റ്റീൻ ഇൻ ദ ലേറ്റർ ഡേയ്സ് പ്രയോർ ടു ദ സെക്കൻഡ് കമ്മിങ്. ഇസ്രായേൽ ഇനിയും ചിതറിക്കപ്പെടും. പക്ഷെ ചിതറിക്കപ്പെട്ടാലും വീണ്ടും അവരെന്ത് ചെയ്യും? യെരൂശലേമിലേക്ക് മടങ്ങി വരും, അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് മടങ്ങി വരും എന്നുള്ളത് ദൈവത്തിന്റെ പ്രവചനം നിവർത്തിയാണ്. ഇത് ചില പ്രവചനങ്ങൾ മാത്രം നമ്മൾ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അനേക പ്രവചനങ്ങൾ നിവർത്തീകരിക്കപ്പെട്ടതുണ്ട്. എന്തിനാ എടുത്തത്? ദൈവത്തിന്റെ രാജ്യമായ ഇസ്രായേലിനെ സംബന്ധിച്ച് ദൈവം പറഞ്ഞതായ പ്രവചനങ്ങൾ അക്ഷരികമായി അനേകം നിറവേറപ്പെട്ടത് കൊണ്ട് ദൈവത്തിന്റെ വചനത്തിലുള്ളതായ പ്രൊഫറ്റിക്കൽ ആക്യുറസി എന്ന് പറയുന്നത് സംശയലേശമെന്നിയെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. ഇനി അടുത്ത വിഷയത്തിലേക്ക്, രണ്ടാമത് പ്രൊഫസീസ് ഡീലിംഗ് വിത്ത് വേരിയസ് ജെന്റൈൽ നേഷൻ, അതായത് ജാതീയ രാജ്യങ്ങളെ കുറിച്ച്. യെരൂശലേം അല്ലെങ്കിൽ ഇസ്രായേൽ ഒഴികെയുള്ളതായ രാജ്യങ്ങളെയാണ് ജാതീയ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ജാതീയ രാജ്യങ്ങളെ കുറിച്ച് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ പ്രവചനങ്ങൾ അനേകങ്ങൾ നിറവേറപ്പെട്ടിട്ടുണ്ട്. ഇനി നിറവേറപ്പെടേണ്ടതായ പ്രവചനങ്ങളുണ്ട്. ഏതോ യേശാവിന്റെ നാടാണ്. യേശാവ് ആരാണ്? വാഗ്ദത്ത സന്തതിയായ, അല്ലെങ്കിൽ വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിന്റെ സന്തതിയായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ യാക്കോബിന്റെ സഹോദരനാണ് യേശാവ്. യേശാവും യാക്കോബും തമ്മിൽ ഉദരത്തിൽ വെച്ച് തന്നെ ശത്രുത വന്നു. ശത്രുക്കളാണവർ. ആ ശത്രു രാജ്യമായ യേശാവിന്റെ രാജ്യമായ ഏദോമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ പ്രവചനങ്ങൾ നമുക്ക്, യേശാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ പ്രവചനങ്ങൾ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. അത് സംഭവിച്ചോ? അത് സംഭവിച്ചു. രണ്ട്, ബാബിലോണിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ, അത് അക്ഷരം പ്രതി സംഭവിച്ചത് നമുക്ക് ദാനിയേലിന്റെ പ്രവചനത്തിൽ നിന്ന്, യിരെമ്യാവിന്റെ പ്രവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അത് ചരിത്ര സത്യമാണ്. കിട്ടുകേൾവിയല്ല, ആരെങ്കിലും പറഞ്ഞു വെച്ചതല്ല, എഴുതപ്പെട്ടതായ ചരിത്ര വസ്തുതകളാണ്. ലോക ചരിത്രകാരന്മാർ അതുപോലെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതായ വിഷയങ്ങൾ. ബാബിലോണിനെ സംബന്ധിച്ച് ഈ ബാബിലോണിന്റെ ഉത്ഭവം എവിടെ നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിലാണ് ഈ ബാബേലിന്റെ ആരംഭം. അന്ന് മുതൽ ബാബേൽ പിശാചിന്റെ സിംഹാസനം ഇരിക്കുന്നതായ ഇടമാണ്. ആ ബാബേൽ മാറി മാറി അതിന്റെ ആസ്ഥാനങ്ങൾ ഉറപ്പിച്ചുകൊണ്ടിരുന്നു. ക്രിസ്തുവിന് മുമ്പ് 600 വർഷങ്ങൾക്ക് മുമ്പ് ശക്തി പ്രാപിച്ചതായ ബാബിലോണിയൻ സംസ്കാരം നമുക്കറിയാം. ആ ബാബിലോണിനെ കുറിച്ച് പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ, യെശയ്യാ പ്രവാചകനായാലും ദാനിയേൽ പ്രവാചകനായാലും യിരെമ്യാ പ്രവാചകനായാലും അവര് കൃത്യമായി പ്രവചിച്ചതായ കാര്യങ്ങൾ അക്ഷരം പ്രതി നിറവേറുവാനിടയായി. ഇനിയും നിറവേറപ്പെടുവാനിരിക്കുന്നതായ പ്രവചനങ്ങളുണ്ട്. ആ നിറവേറപ്പെട്ടതായ പ്രവചനങ്ങളുടെ വെളിച്ചത്തിൽ നിറവേറേണ്ടതായ പ്രവചനങ്ങൾ അതുപോലെ നിറവേറപ്പെടും. അടുത്ത രാഷ്ട്രമാണ് മേദ്യ പേർഷ്യ. മേദ്യ പേർഷ്യ രാജ്യത്തെ കുറിച്ച് ദാനിയേലിന്റെ പുസ്തകത്തിൽ നമുക്ക് പല പരാമർശങ്ങൾ കാണുവാനായിട്ട് കഴിയും. അത് ദാനിയേലിന്റെ സ്വപ്നങ്ങളായാലും നെബൂഖദ്നേസർ രാജാവിന്റെ സ്വപ്നങ്ങളായാലും അതിലൊക്കെ ബാബിലോണിയൻ, മേദ്യ പാർസ്യ രാജ്യങ്ങളുടെ ഉദയവും അസ്തമനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ദാനിയേലിന്റെ പുസ്തകത്തിൽ. അപ്പൊ പ്രൊഫസീസ് ഡീലിംഗ് വിത്ത് വേരിയസ് നേഷൻസ്. ഇനി ഗ്രീസിനെ സംബന്ധിക്കുന്ന വിഷയം ദാനിയേൽ പ്രവാചകൻ വളരെ കൃത്യമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മേദ്യ പാർസ്യ രാജ്യത്തിന് ശേഷം ഈ ലോകം മുഴുവനും നടക്കി ഭരിക്കുവാൻ കടന്നു വരുന്നതായ
ഒരു രാജ്യത്തെ കുറിച്ച് ദാനിയേൽ പ്രവചനത്തിൽ നമുക്ക് 7-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും വായിക്കാനായിട്ട് കഴിയും. അത് അക്ഷരം പ്രതി നിറവേറപ്പെട്ടതാണ്. അതിനുശേഷം ഇരുമ്പ് പല്ലുകൾ ഉള്ളതായ ഒരു മൃഗം വരുന്നതായി ദാനിയേലിന്റെ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് റോമൻ സാമ്രാജ്യത്തെ കുറിച്ചാണ്. ആ റോമൻ സാമ്രാജ്യത്തെ കുറിച്ചും നമുക്ക് കൃത്യമായി നെബൂഖദ്നേസർ രാജാവിന്റെ സ്വപ്നത്തിലും അതുപോലെ ദാനിയേൽ കണ്ടതായ സ്വപ്നങ്ങളിലും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈജിപ്തിനെ കുറിച്ച്, ഈജിപ്തിന്റെ അസ്തമനത്തെ കുറിച്ച്, വീണ്ടുമുള്ള ഉദയത്തെ കുറിച്ച്, ഇപ്പോഴുള്ളതായ ഈജിപ്തിനെ കുറിച്ചൊക്കെയുള്ളതായ പ്രവചനങ്ങൾ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. അപ്പോ ഇസ്രായേലിനെ കുറിച്ച് മാത്രമല്ല, ജാതീയ രാജ്യങ്ങളെ കുറിച്ചുമുള്ളതായ പ്രവചനങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൃതകൃത്യതയോടെ അത് സംഭവിപ്പാനിടയായിട്ട് തീർന്നത് ഒരു ചരിത്ര പഠിതാവിനും അതുപോലെ ഒരു ബിബ്ലിക്കൽ സ്റ്റുഡന്റിനും അത് മനസ്സിലാക്കുവാൻ വിഷമമില്ല. അപ്പോ വേദപുസ്തകത്തിന്റെ ആക്യുറസി നമുക്ക് അങ്ങനെയും മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മൂന്നാമത്തെ വിഷയം, പ്രൊഫസീസ് ഡീലിംഗ് വിത്ത് സ്പെസിഫൈഡ് സിറ്റീസ്. ഭൂമിയിലുള്ളതായ ചില പ്രത്യേക പട്ടണങ്ങളെ കുറിച്ച് പ്രവചനങ്ങൾ നടന്നതും അത് നിവർത്തീകരിക്കപ്പെട്ടതുമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സോറിനെ കുറിച്ച്, സോർ സീദോനെ കുറിച്ചുള്ളതായ പ്രവചനം നമുക്ക് പ്രവചന പുസ്തകത്തിൽ ഉടനീളം കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് ധാരാളമായി കാണുവാനായിട്ട് കഴിയും. യെരിഹോവിനെ കുറിച്ച് പ്രവചിച്ചതായ പ്രവചനങ്ങൾ നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ട്. യോശുവ യെരിഹോ കീഴടക്കിയതായ സമയത്ത് യോശുവയുടെ സമയം യോശുവ എന്ത് ചെയ്തു? ആ യെരിഹോവെ ശപിച്ചത് നമുക്ക് യോശുവയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് ശേഷം ആഹാബിന്റെ സമയത്ത് രാജാക്കന്മാർ ഇസ്രയേൽ വന്നുകൊണ്ടിരിക്കുമ്പോ ആഹാബിന്റെ സമയത്ത് ആ പ്രവചന നിവർത്തീകരണം സംഭവിച്ചത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ നിനവയെ സംബന്ധിക്കുന്നതായ കാര്യങ്ങൾ, നിനവയെ ഒരിക്കൽ രക്ഷിക്കുവാനായി ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്റെ പ്രവാചകനായ യോനയെ എന്ത് ചെയ്തു? നിനവയിലേക്ക് അയച്ചു. നിനവയുടെ പ്രസംഗം കേട്ട് അശൂരിന്റെ തലസ്ഥാനമായ നിലവേക്കാർ എന്ത് ചെയ്തു? ഇരട്ടിലും വെണ്ണീറിലും കിടന്ന് ദുഃഖിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തെ അന്വേഷിച്ചു. അവർ ആ സമയത്ത് ന്യായവിധിയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോ വീണ്ടും അവർ പാപത്തിലേക്ക് വീണുപോകുവാനിടയായി. അതിന്മേൽ ഒരു വലിയ ഭൂകമ്പം സംഭവിച്ച് നിനവെ പട്ടണം നാമാവശേഷമായി അത് സമുദ്രത്തിന്റെ അടിയിലേക്ക് ആണ്ടുപോകുവാനിടയായിട്ട് തീർന്നു. അത് ചരിത്ര സംഭവമാണ്. അതുപോലെ ജെറുസലേമിനെ കുറിച്ച് കർത്താവ് പറഞ്ഞതായ പ്രവചനങ്ങളുടെ നിവർത്തീകരണം ഭാഗികമായി സംഭവിച്ചു. ഇനി പൂർണ്ണമായി സംഭവിപ്പാനിരിക്കുന്ന കാര്യം സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മത്തായിയും മർക്കോസും ലൂക്കോസും അത് പടിപടിയായി എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ സ്പെസിഫൈഡ് സിറ്റീസിനെ കുറിച്ച് വേദപുസ്തകത്തിലുള്ളതായ പ്രവചനങ്ങൾ അതിൻ്റെതായിട്ടുള്ളതായ നിലയിൽ നിറവേറപ്പെടുവാനിടയായി. അപ്പൊ നാലാമത്, പ്രൊഫസീസ് ഡീലിംഗ് വിത്ത് പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽസ്. വ്യക്തിപരമായി കൊടുത്ത പ്രവചനങ്ങളുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച പ്രവചനങ്ങൾ, ജാതീയ രാജ്യങ്ങളെ സംബന്ധിച്ച പ്രവചനങ്ങൾ, പട്ടണങ്ങളെ സംബന്ധിച്ച പ്രവചനങ്ങൾ, മാത്രമല്ല വ്യക്തികളോട് പറഞ്ഞതായ പ്രവചനങ്ങൾ വേദപുസ്തകത്തിൽ സംഭവിച്ചതായിട്ട് കാണുവാനും കഴിയും. ഒന്ന്, യോശിയാവിനെ കുറിച്ച്, ഉദാഹരണം യോശിയാവിനെ കുറിച്ച്. ഇത് മാത്രമല്ല, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒത്തിരി പേരെ കുറിച്ച് പറഞ്ഞതായ പ്രവചനങ്ങളുണ്ട്. സിംസോനെ കുറിച്ച് പറഞ്ഞ പ്രവചനങ്ങളില്ലേ? അതുപോലെ അനേക വ്യക്തികളെ കുറിച്ച് പറഞ്ഞതായ പ്രവചനങ്ങളുണ്ട്. എടുത്തു പറയത്തക്കതായ ഒരു പ്രവചനം എന്ന് പറയുന്നത് യോശിയാവിനെ കുറിച്ച് പറഞ്ഞ പ്രവചനമാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം വായിക്കുമ്പോ അവിടെ യെരൊബെയാം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്ത് ഒരു പ്രവാചകൻ, അന്നോൺ പ്രവാചകൻ, പേരില്ലാത്തൊരു പ്രവാചകൻ വന്ന് യാഗപീഠത്തിങ്കൽ ധൂപം കാണിച്ചുകൊണ്ടിരിക്കുന്ന യെരൊബെയാമിനോട് പറഞ്ഞു, യെരൊബെയാമേ, ഈ ധൂപത്തിൽ നിന്ന് നീ ധൂപം കാട്ടിക്കൊണ്ടിരിക്കുന്നു, ഇതിൽ നിന്ന് ഇവിടെ ഈ യഹൂദയെ ഭരിക്കുവാനായിട്ട് കടന്നു വരുന്നതായ ഒരു രാജാവുണ്ട്, യോശിയാവ് എന്നായിരിക്കും അവന്റെ പേര്
എന്ന് പറഞ്ഞ് യോശിയാവിനെ കുറിച്ച് ആ പ്രവാചകൻ പ്രവചിക്കുന്നതായ പ്രവചനം നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുവാൻ കഴിയും. ആ പേരുൾപ്പെടെ, ആ രാജാവ് ചെയ്യേണ്ടതായ കാര്യം ഉൾപ്പെടെ നൂറ്റാണ്ടുകൾക്ക് ശേഷം രാജാവ് യഹൂദയിൽ ജനിക്കുന്നതും അവനെ കൊല്ലുവാൻ ശ്രമിക്കുന്നതും അവനെ രക്ഷിക്കുന്നതും പുരോഹിതന്റെ ആലയത്തിൽ അവൻ വളരുന്നതും ഉൾപ്പെടെ പ്രവചനങ്ങളുടെ അല്ലെങ്കിൽ ആ നിവർത്തീകരണത്തിന്റെ ഒരു വലിയ പട്ടിക രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇപ്പൊ വ്യക്തികളെ കുറിച്ച് പറയുന്നതായ പ്രവചനങ്ങൾ, ഇനിയും കോരസിനെ കുറിച്ച് ദ സൈറസ് ദ കിങ് ഓഫ് ബാബിലോൺ, അവിടെ കോരസിനെ കുറിച്ച് പറയുന്നതായ പ്രവചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാമത്തെ അധ്യായം വായിക്കുമ്പോ എന്റെ ദാസനായ കോരസിനെ ഞാൻ ഉണർത്തുമെന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിരിക്കുന്നതായ പ്രവചനം, അത് BC 700 എഴുതിയതായ പ്രവചനമാണ്. ഏതാണ്ട് 100-150 വർഷങ്ങൾക്ക് ശേഷം അതേ കോരസ് രാജാവ് എന്ത് ചെയ്തു? മേദ്യ പാർസ്യ രാജ്യത്തിന്റെ ഭരണമേൽക്കുന്നതും കോരസ് രാജാവിന്റെ നേതൃത്വത്തിൽ യെരുസലേമിലേക്ക് വരുന്നതും ബെൽസസർ വീഞ്ഞു കുടിച്ച് മത്തനായി ആ ദേവാലയത്തിലെ ഉപകരണങ്ങളെല്ലാം അശുദ്ധമാക്കുന്നതായ ആ രാത്രിയിൽ കോരസ് രാജാവിന്റെ നേതൃത്വത്തിൽ കടന്നു വരുന്നതായ ബാബിലോണിയ സൈന്യം അഥവാ മേദ്യ പാർസ്യ സൈന്യം ആ യെരുസലേമിലെ ബെൽസസറിനെ നിഗ്രഹിച്ച് ബാബേലിലെ ബെൽസസറിനെ നിഗ്രഹിച്ച് ആ രാജ്യത്തിന്റെ ഭരണം കൈക്കലാക്കുന്നതും കോരസ് രാജാവിന്റെ മനസ്സുണർത്തിച്ച് ബാബേലിലെ അടിമകളായിരുന്നതായ യഹൂദന്മാർക്ക് വിമോചനം കൽപ്പിക്കുന്നതുമായ കാര്യം നമുക്ക് കാണുവാൻ കഴിയും. ആ വിമോചനം കൽപ്പിക്കുന്നത് BC 445 വർഷങ്ങളിലാണ്. ആ BC 445 വർഷത്തിൽ ഉണ്ടായതായ വിളംബര പ്രകാരമാണ് നെഹമ്യാവ് എന്ത് ചെയ്യുന്നത്? യെരുസലേമിലേക്ക് വന്ന് യെരുസലേമിന്റെ മതിൽ പണിയുന്നതായ സംഭവം. പിന്നെ വീണ്ടും അലക്സാണ്ടർ ദ ഗ്രേറ്റ് നമുക്ക് പ്രവചന പുസ്തകത്തിൽ, ദാനിയേലിന്റെ പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. അന്ത്യോക്കസ് എപ്പിപ്പാനസ്, അത് BC 400 ശേഷം ഇസ്രയേലിനെ സിറിയ കീഴടക്കുമ്പോ ഇസ്രയേലിന്റെ ഭരണാധികാരിയായ അന്ത്യോക്കസ് എപ്പിപ്പാനസ് എന്തൊക്കെ ചെയ്യുമെന്നുള്ള കാര്യം രേഖപ്പെടുത്തിയിട്ടുള്ളതായ കാര്യം. അതുപോലെ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ, ഇങ്ങനെ വ്യക്തിപരമായി പറഞ്ഞതായ അനേക പ്രവചനങ്ങളുടെ നിവർത്തീകരണം നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. അതുകൂടെ പറഞ്ഞ് ഞാൻ തൽക്കാലം എന്റെ ക്ലാസ്സോട് നിർത്തുകയാണ്. അടുത്ത ഒടുവിലത്തെ വിഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. അത് കർത്താവിന്റെ ഇഹലോക ശുശ്രൂഷയിൽ നിവർത്തീകരിക്കപ്പെട്ടതായ പ്രവചനങ്ങളാണ്. അപ്പോ 4 കൂട്ടമാണ് നമ്മൾ പഠിച്ചത്. 1, ഇസ്രയേലിനെ സംബന്ധിക്കുന്നതായ പ്രവചനങ്ങൾ. 2, ജാതീയ രാജ്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ. 3, പട്ടണങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ പ്രവചനങ്ങൾ. 4, വ്യക്തികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ പ്രവചനങ്ങൾ. ഇതെല്ലാം കൃത്യതയോടെ നിറവേറപ്പെട്ടത് ബൈബിളിന്റെ, ദൈവത്തിന്റെ തിരുവചനത്തിന്റെ പ്രൊഫറ്റിക്കൽ ആക്യുറസിയാണ് സൂചിപ്പിക്കുന്നത്. കർത്താവിന്റെ മിനിസ്ട്രിയുള്ളതായ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതായ പ്രവചനങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച ചിന്തിച്ച് ആ ടോപ്പിക് അവസാനിപ്പിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. തൽക്കാലം ഞാൻ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ യെബിൻ പ്രാർത്ഥിച്ച് ഇന്നത്തെ ബൈബിൾ ക്ലാസ്സുകൂടെ അവസാനിപ്പിക്കുന്നതായിരിക്കും.
ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസവും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കടന്നു വന്നതായ തന്റെ ജനത്തോടും ഭൂമിയുടേതായ സകല വിശുദ്ധന്മാരോടും കൂടെ കർത്താവിന്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സുഖിലായിരിക്കുന്ന